ഒരു ലാംഗ്വേജ് പഠിക്കാൻ എത്ര വർഷം വേണം? ഒരുപാട് വർഷങ്ങൾ വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഇന്ന് നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോകണം. ഓക്കെ, 24 മണിക്കൂർ കൊണ്ട്, അതും ആരെ സഹായമില്ലാതെ, ഒരു ടീച്ചേഴ്സിൻ്റെ സഹായമില്ലാതെയാണ് നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഒരു റാൻഡം ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യൂസിങ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇത് എങ്ങനെ പഠിക്കും? ഹേയ് നിമിനി ഓൺ നിയർ. നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഒരു റാൻഡം ലാംഗ്വേജ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ChatGPTയോട് ചോദിക്കാം ഏത് ലാംഗ്വേജ് ആണ് നമ്മളിന്ന് പഠിക്കാൻ ട്രൈ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, Hey ChatGPT, please select a random language. ഫിനിഷാ? എനിക്ക് അറിഞ്ഞൂടാ ലാംഗ്വേജ് എങ്ങനെ സൗണ്ട് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇത് എങ്ങനെ പഠിക്കും? മലയാളം തന്നെ നേരെ പറയാൻ അറിഞ്ഞൂടാ. ഓക്കെ, ChatGPT സജസ്റ്റ് ചെയ്ത ഫിനിഷാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ഫിനിഷ് പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ടു ഫിനിഷാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബേസിക്സ് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഫിനിഷിൽ ഹലോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹലോ, ഹേയ്, ഹേയ്, ഹേയ് തന്നെയാണ് പറയുന്നത്. നോക്കട്ടെ. ഹേയ്, 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 ഹേയ്. അപ്പോൾ ഹലോ, മൈ നെയിം ഈസ് നീരവ്, അങ്ങനെ എങ്ങനെ പറയുന്നത് നോക്കാം. ഹേയ് നിമിനി ഓൺ നീരവ്. ഹേയ് നിമിനി ഓൺ നീരവ്. അങ്ങനെയാണോ? ഹേയ് നിമിനി ഓൺ നീരവ്. ഹേയ് നിമിനി ഓൺ നീരവ്. ഓ, മാർഗരേത്തി. Margarete. ഹേയ് നിമിനി ഓൺ നീരവ്. കറക്റ്റ് ആണോ? ഹേയ് നിമിനി ഓൺ നീരവ്. ഹേയ് നിമിനി ഓൺ നീരവ്. അങ്ങനെയാണ്. ഹേയ് നിമിനി ഓൺ നീരവ്. ഇൻട്രോ എനിക്ക് ഇങ്ങനെ ആക്കാം. ഹലോ ഹൗ ആർ യു എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. ഹേയ് കുനിക്ക വോയിറ്റ്. ഹേയ് കുനിക്ക വോയിറ്റ്. ഹേയ് കുനിക്ക വോയിറ്റ്. ഹേയ് കുയിങ്ക വോയിറ്റ്. കുയിങ്ക വോയിറ്റ്. കുയിങ്ക വോയിറ്റ്. ഞാൻ കുണിക്ക വോയിറ്റ് എന്ന് എങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഒരു ഫിനിഷ് ആളുകളും കാണുന്നില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഫിൻലാൻഡിലങ്ങനെ ചെന്ന് വെള്ളം കിട്ടാതെ മരിക്കാതിരിക്കാൻ നമുക്ക് ക്യാൻ ഐ ഹാവ് സം വാട്ടർ ചോദിക്കാം. ക്യാൻ ഐ ഹാവ് സം വാട്ടർ. ഹേയ് സേങ്കോ വെറ്റ. വെറ്റ. ഹേയ് സേങ്കോ വെറ്റ. ഹേയ് സാങ്കോ വെറ്റ. വെറ്റ. വെറ്റിനെ ബാക്കും പറഞ്ഞല്ലോ. വെറ്റ. ഹേയ് സാങ്കോ വെറ്റ. ഹേയ് സാങ്കോ വെറ്റ. അവിടെ ചെന്നൊരു സിനിമ കാണണമെങ്കിൽ തിയേറ്റർ എവിടെയും ചോദിക്കാം. തിയേറ്റർ. ഹേയ് മെസ്സാവോൺ എലുക്കൊവറ്റെ. ഇതെങ്ങനെ ഞാൻ പറയും? എലുക്കൊവറ്റെ. നമുക്കിതിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഇത് എങ്ങനെ പറയുന്നതെന്ന്. ഹേയ് മിssä on elokuvateatteri. എന്തോടെ പറഞ്ഞാണ്? ഹേയ് മിssä on elokuvateatteri. ഹേയ് മിസ്സ ഓൺ എലുക്കൊവറ്റെ. ഹേയ് മിസ്സ ഓൺ എലുക്കൊവറ്റെ. ഞാൻ എന്തിനിങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ഇനി ചിലപ്പോൾ ഫിൻലാൻഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റ് എവിടെ ഉണ്ടെന്ന് എങ്ങനെ ചോദിക്കാം. ഹേ മിസ്സ റൈവൻറ്റോള ഓൺ. ഹേ മിസ്സ റൈവൻറ്റോള ഓൺ. ഹേ മിസ്സ റൈവൻറ്റോള ഓൺ. എങ്ങനെ സൗണ്ട് ചെയ്യും? ഹേയ് missä ravintola on. ഹേയ് മിസ്സ റാവന്തില. ഹേയ് മിസ്സ റാവന്തില ഓൺ. ഹേയ് മിസ്സ റാവന്തില ഓൺ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചത് എന്തോന്നൊക്കെയടേ, ഞാൻ മറന്നുപോയി. ഇത് പഠിക്കാനൊന്നും പറ്റില്ലെന്ന് തോന്നുന്നില്ല. ഇതിൽ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് തന്നെ അവരെടുത്ത് നമ്മളത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ. അപ്പോൾ ബോയ്സ്, എന്തായാലും ഞാൻ കുറച്ച് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ഭാഷ പഠിക്കാനായിട്ട്. അതൊരു സക്സസ് ആയിരുന്നെന്ന് വെച്ചാൽ അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസ് എടുത്ത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് നോക്കാം. ഞാൻ ആകെ പഠിച്ചത് എൻ്റെ പേര് പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടുത്തെ ഭാഷ ഫിനിഷ് ആക്കാം. ഫിനിഷ്. എന്നിട്ട് ഫിനിഷ് ടു ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫ്ലുവൻസി കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, കോൺവെർസേഷൻ മോഡുണ്ടല്ലോ, അതെടുക്കാം. ഹേയ് നിമിനി ഓൺ നീരവ്.
Hey, many are made up. Hei, many are made up. Hei, monet ovat keksittyjä. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ പറയാം. Hey, many are made up. Hei, I am in your name. നമുക്ക് അടുത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ബോയ്സ്, ഞാൻ എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നോക്കി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹേയ് നെമനി ഓൺ നേരം. Hei, they went. Good luck. ഒന്നുകൂടെ നോക്കാം. ഹേയ് നെമനി ഓൺ നേരം. Hei, they went. Good luck. ഇതെങ്ങനെ പറയും? നമുക്ക് വേറെ ഫ്രേസ് നോക്കാം. ഇതെങ്ങനെ പറയും? ഹെലൻ സ്യൂഡ നോക്കാം. Haluan syödä. Haluan syödä. ഇതെങ്കിലും ഞാൻ പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യും. ഹേയ് haluan syödä. Hello, Halloween. ഇപ്പോൾ ബോയ്സ്, ഈ ചലഞ്ച് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്ന് നോക്കി, ഒരു പരിപാടിയും നടക്കുന്നില്ല. ഞാനത് അരിയെന്ന് പറഞ്ഞാൽ അത് പൊരിയെന്ന് കേൾക്കുന്നു, ഞാൻ പൊരിയെന്ന് പറഞ്ഞാൽ അത് അരിയെന്ന് എഴുതി കാണിക്കുന്നു. ഞാൻ ലിറ്ററലി ഇതൊക്കെ പഠിച്ചിട്ട് ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. രണ്ടുമില്ല. ഇത് പഠിക്കാനും പറ്റിയില്ല, പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ഫ്രണ്ട്സും ഇല്ലയെന്ന്. ഞാനിതിൽ ഫ്ലുവൻ്റ് ആയെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. എനിക്കിത് പഠിക്കാൻ പോലും പറ്റിയില്ല. എനിക്ക് ആകെ എപ്പോഴും ഓർമ്മയുള്ളത് ഞാൻ നിയോൺ നീരവ്, എൻ്റെ പേര് പറയാൻ വേണ്ടി മാത്രമാണ്. അത് ഞാൻ എൻ്റെ അകത്ത് ഒരു 200 വട്ടം പറഞ്ഞിട്ട് അത് വേറെ എന്തൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. എനിക്കിതൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പ്രത്യേകിച്ച് ഫിന്നിഷ് ഭാഷ ഭയങ്കര പാടാണെന്ന് മനസ്സിലായി. എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു ചലഞ്ചാണ്. എനിക്ക് February 14 മുമ്പ് ഒരു ഡേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക.